ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ ഈശോ സിനഗോഗിൽ വെച്ച് യെശയ്യാ പ്രവാചകന്റെ പ്രവചനം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായി ആണ് യേശു ജനിച്ചത്. ജനിച്ചപ്പോൾ തന്നെ യേശുവിൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിലൂടെയുള്ള ജീവിതമാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആ പരിശുദ്ധാത്മാവാണ് ഈ സുവിശേഷത്തിൻ്റെ ആത്മാവ്, ഈ ജീവിതത്തിൻ്റെ ആത്മാവ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതിന് ആത്മാവിലുള്ള ജീവിതം എന്നാണ് പറയുന്നത്. ആത്മാവ് നമ്മളെ ദൈവിക്കുന്നു, ആത്മാവ് നമ്മളെ ചലിപ്പിക്കുന്നു, ആത്മാവ് നമ്മൾക്ക് ശക്തി പകരുന്നു. ആ അർത്ഥത്തിലാണ് ഈശോ പറയുന്നത്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് ഇപ്പോൾ പറയുന്നത്. ജ്ഞാനസ്നാന ശേഷം ഈശോയുടെ ശരീരം എൻ്റെ മേൽ എന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട്. ഒന്ന്, ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മേൽ, അതായത് നമ്മൾ ഓരോരുത്തരുടെയും മേൽ, നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം പരിശുദ്ധാത്മാവിനാൽ സൃഷ്ടിക്കപ്പെടുകയും പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. നമുക്കിപ്പോഴും യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ യേശു ഒരു വ്യക്തിയാണെന്ന് എളുപ്പം മനസ്സിലാകുന്നു, പിതാവ് ഒരു വ്യക്തിയാണെന്ന് എളുപ്പം മനസ്സിലാകുന്നു. എന്നാൽ എളുപ്പം മനസ്സിലാകാത്തൊരു കാര്യം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകുന്നു എന്നുള്ള കാര്യമാണ്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് ഈശോ പറയുമ്പോൾ, ഈശോ എന്ന പുത്രൻ തമ്പുരാനോടൊപ്പം പരിശുദ്ധാത്മാവാകുന്ന റുഹാദക്കുദിശ തമ്പുരാൻ, റുഹ ജീവശ്വാസമായിട്ട് ആ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി ഈശോയോടൊപ്പമുണ്ട്. അത് നമ്മൾ വിശ്വസിക്കണം. അത് നമ്മളോടൊപ്പമുണ്ട്. നമ്മളോടൊപ്പവും പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി, ഈ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി ചെയ്യുന്ന ഏറ്റവും പ്രധാന കാര്യം സങ്കീർത്തനം 104:30 പറയുകയാണ്. സങ്കീർത്തനം 104:30 പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. ഒരേ ആത്മാവിൻ്റെ തന്നെ തുടർച്ചയായിട്ടൊരു പ്രവർത്തനമാണ്. നമുക്ക് ജീവശ്വാസം നൽകിയത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അങ്ങനെ നമുക്ക് ജീവൻ നൽകി. എന്നാൽ ഈ ജീവൻ നമ്മളുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളിലും ബന്ധനങ്ങളിലും രോഗങ്ങളിലുമെല്ലാം ഇടപെട്ടിരിക്കുമ്പോൾ അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിലൂടെയുള്ള നവീകരണത്തിൻ്റെയും പുനരുജ്ജീവനത്തിൻ്റെയും ഈ അവസ്ഥ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 11-ാമത്തെ വചനം പറയുന്നത് ഇതാണ്: യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. ഹല്ലേലൂയ. നമ്മളിൽ വസിക്കുന്ന, നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ജീവശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ പുനരുദ്ധരിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും പുതിയ സൃഷ്ടിയാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഏറ്റവും വലിയ സൗഖ്യം. എല്ലാ സൗഖ്യത്തിൻ്റെയും
ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രവൃത്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഈശോ 30 വർഷം ഒരു രോഗശാന്തിയും വലുതായിട്ട് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ ജ്ഞാനസ്നാനത്തിന് ശേഷം ഈശോ സിനഗോഗിൽ വന്നിട്ട് ഈ വചനം വായിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ കേട്ടിരിക്കെ പൂർത്തിയായിരിക്കുന്നു. എന്താണ് ആ വചനം? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി അഭിഷേകം ചെയ്തിരിക്കുന്നു? ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുന്നതിനും, അന്ധർക്ക് കാഴ്ച കൊടുക്കുന്നതിനും, ബന്ധിതർക്ക് മോചനം കൊടുക്കുന്നതിനും, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നതിനും, സുവിശേഷം പ്രഘോഷിക്കുന്നതിനും, വലിയ സന്തോഷത്തിൻ്റെ ഒരു ജീവിതം, സമാധാനം നൽകുന്നതിനും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് എല്ലാ രോഗശാന്തിയിലും പ്രവർത്തനം നടക്കുന്നത്. യേശുവും പരിശുദ്ധാത്മാവും 2 സഹായകരായി നമ്മുടെ ജീവിതത്തിലുണ്ട്. മാർപ്പാപ്പ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ പേടിക്കണ്ട, അന്ത്യവിധിയെക്കുറിച്ച് പോലും നിങ്ങൾ പേടിക്കണ്ട. കാരണം നിങ്ങൾക്ക് 2 വക്കീലന്മാരുണ്ട്, 2 അഡ്വക്കേറ്റുമാർ നിങ്ങളോടൊപ്പമുണ്ട്. ആരാണ് 2 അഡ്വക്കേറ്റുമാർ? ഒന്ന് പരിശുദ്ധാത്മാവും മറ്റൊന്ന് ഈശോയും. ഈ 2 അഡ്വക്കേറ്റുമാരും നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതെല്ലാം ചെയ്യും. ഞാനൊരു എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന ആളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ കാറ്റുപോലെ വീശി, വല പോലെ വീശി എന്നെ ഏറ്റെടുത്തു. പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞു. എന്നോട് ചോദിച്ചു, നീ എനിക്ക് വേണ്ടി പോകാമോ? വിളവ് വളരെ, വേലക്കാർ ചുരുക്കം. ഞാൻ പറയേണ്ടി വന്നു, ഞാൻ പോകാം. അങ്ങനെ കഴിഞ്ഞ 30 വർഷമായിട്ട് പരിശുദ്ധാത്മാവിലൂടെയുള്ളൊരു ജീവിതമാണ്. ജീവിതത്തിൽ ബലഹീനതകളും പാപാവസ്ഥകളും കഷ്ടതകളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അതെല്ലാം ഉണ്ടായിരിക്കെ പരിശുദ്ധാത്മാവ് അതിൽ നിന്നെല്ലാം കരകയറാൻ നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിന് ജീവൻ നൽകാനും അത് സമൃദ്ധിയായി നൽകാനും എന്ന് പറഞ്ഞ വചനം നമ്മളിൽ പൂർത്തിയാകുന്നത് പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി നമ്മളിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോഴാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ കുരിശ് വരയ്ക്കുന്നത് തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും എന്ന് കുരിശ് വരയ്ക്കുമ്പോൾ തന്നെ പിതാവ് പുത്രനെ നമുക്കായി അയച്ചു. പിന്നെ എന്താണ് അടുത്തത്? ഈ പിതാവും പുത്രനും നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് വരയ്ക്കുമ്പോൾ ഇടതുവശത്ത് നിന്ന് നമ്മുടെ ജീവിതത്തെ വലതുവശത്തേക്ക് മാറ്റുന്നു. ദൈവത്തിൻ്റെ ഇടതുവശത്തായിരുന്ന പാവാവസ്ഥയിലായിരുന്ന ഒരു ജീവിതത്തിൽ നിന്നും ദൈവത്തിൻ്റെ വലതുവശത്തേക്ക് നമ്മളെ പരിശുദ്ധാത്മാവ് മാറ്റുന്നു എന്നാണ് അർത്ഥം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. പരിശുദ്ധാത്മാവിൻ്റെ എന്ന് പറയുമ്പോൾ ഇടതുവശത്ത് തൊട്ട് വലതുവശത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വലതുവശത്താണ്. നമ്മൾ ദൈവമക്കളാണ്. വരുവിൻ, നമുക്ക് ഈ ആരാധനയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ പുത്തൻ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകുന്നു. മറിയം ഗർഭം ധരിക്കുമെന്ന് മാലാഖ പറഞ്ഞപ്പോൾ മറിയം ചോദിച്ചു, ഞാൻ ഒരാളെ അറിയില്ലല്ലോ. ഉടനെ മാലാഖ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് ഒരാളാകുന്നു. പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും നമുക്ക് ജീവശ്വാസം നൽകുകയും മാത്രമല്ല നമ്മുടെ ജീവിതത്തെ പുനരുദ്ധരിക്കുകയും വിശുദ്ധീകരിക്കുകയും നമ്മളിലുള്ള എല്ലാ പാപ സാഹചര്യങ്ങളും എടുത്തു മാറ്റി നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തെ പുതിയ സൃഷ്ടിയാക്കുകയും ചെയ്യും. നമുക്ക് തുടർന്നുള്ള ആരാധനയിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഈ പുത്തൻ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് സർവോപരി സമാധാനത്തിൻ്റെ ആത്മാവാണ്. വരുവിൻ, നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രാർത്ഥനാ പനിനീർ പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ
ശാന്തി നിറയും ഹൃദയത്തിൽ. ദൈവം നമ്മോടു കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോടു കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോടു കൂടെ. ദൈവം നമ്മോട് കൂടെ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ. മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. നീയല്ലോ ശരീരങ്ങൾ കുയിർപ്പേകുന്നു. നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു. അഖില ലോകനായക വാഴ്ത്തിടുന്നു ഞങ്ങൾ. ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മാവ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ ആത്മാവിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്നത് ആത്മാവിലുള്ള ജീവിതമാണ്. ഈശോയുടെ തന്നെ ജീവിതം പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു ജീവിതമായിരുന്നു. നമുക്കറിയാം, ഈശോ ജനിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ. മറിയം ഗർഭിണിയായി, വചനം മാംസമായി. ഈശോ 30 വയസ്സായപ്പോൾ മാമോദീസ സമയത്തും കർത്താവിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്നാണ് ഈശോയുടെ എപ്പോഴുമുള്ള പ്രഘോഷണം. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മേലുണ്ട് എന്ന് ഈശോ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനം പിതാക്കന്മാർ പറയുന്നത്, എൻ്റെ മേൽ എന്ന് ഈശോ പറയുന്നത് ഈശോ ആകുന്ന ആ ഒരു വ്യക്തി എന്ന് മാത്രമല്ല, ഈശോയുടെ സഭയാകുന്ന ഈശോയുടെ ശരീരത്തിൻ്റെ മേൽ, നമ്മൾ ഓരോരുത്തരുടെയും മേലായിട്ടാണ് ആത്മാവിനെ ഈശോ സ്വീകരിച്ചിരിക്കുന്നത്. ഈശോ ആത്മാവിനെ സ്വീകരിച്ചിരിക്കുന്നത് സഭയാകുന്ന ശരീരത്തിൻ്റെ മേൽ കൂടി വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളെല്ലാവരിലും ഈശോയുടെ ആത്മാവ്, പിതാവിൻ്റെ ആത്മാവ്, ത്രിത്വൈക ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. നമ്മളെപ്പോഴും വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്ന ഇതാണ്: പിതാവിനും പുത്രനും സമനായവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്ന
കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് ആ ആത്മാവിനെ ആരാധിക്കാം. ഈശോ പറഞ്ഞു സമരിയാക്കാരിയോട്, യഥാർത്ഥ ആരാധകർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു. നമുക്ക് പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. നമ്മുടെ ജീവിതത്തെ പുതിയ സൃഷ്ടിയാക്കുന്നത് ഈ ആത്മാവാണ്. നമ്മളെ നവീകരിച്ച് പുനരുജ്ജീവിപ്പിച്ച് നമ്മൾക്ക് ജ്ഞാനം നൽകി സ്നേഹം നൽകി നമ്മുടെ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ പൂർണ്ണത നൽകുന്ന ആത്മാവിനെ നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവാ ദൈവമേ, അങ്ങേയ്ക്കാരാധന. പിതാവിനും പുത്രനും സമനായ ദൈവമേ, അങ്ങേയ്ക്കാരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമേ, അങ്ങേയ്ക്കാരാധന. സ്നേഹം സ്നേഹം സ്നേഹദാതാവേ, അങ്ങേയ്ക്കാരാധന. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനെ, അങ്ങേയ്ക്കാരാധന. ജീവൻ ജീവൻ ജീവദാതാവേ, അങ്ങേയ്ക്കാരാധന. പിതാവിനും പുത്രനും സമനാം ദൈവമേ, അങ്ങേയ്ക്കാരാധന. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, അങ്ങേക്കെന്നെന്നും ആരാധന. സ്നേഹമേ ആരാധന. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ സകലതും സൃഷ്ടിച്ച ആത്മാവേ, സകല സൃഷ്ടിയിലും പിതാവിനോടൊപ്പം പ്രവർത്തിച്ച ആത്മാവേ, വെള്ളത്തിന്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്ന ആത്മാവിലേക്കാണ് ദൈവം പറഞ്ഞത് പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശമുണ്ടായി. സകല സൃഷ്ടികളുടെയും ജീവശ്വാസമായ ആത്മാവേ, സകല സൃഷ്ടികളുടെയും ജീവൻ നൽകുന്ന ആത്മാവേ, സകലത്തിനും ജീവൻ നൽകുന്ന ആത്മാവേ, ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ അവസ്ഥകളെയും പുനരുജ്ജീവിപ്പിക്കുകയും നവീകരിക്കുകയും ക്രിസ്തുവിൽ പുതിയതാക്കുകയും ചെയ്യണമേ. യേശുവിന്റെ പീഡാസകനത്തിന്റെയും ഉയർപ്പിന്റെയും ഉത്ഥാനത്തിന്റെയും ഉയർപ്പിന്റെയും സ്വർഗാരോഹണത്തിന്റെയും എല്ലാ യോഗ്യതകളും അടങ്ങിയിരിക്കുന്ന പരിശുദ്ധാത്മാവേ, പഴയ നിയമത്തിലുള്ള അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമാണ്. പഴയ നിയമത്തിൽ ഈ അവസ്ഥ ഉണ്ടായിരുന്നില്ല. പഴയ നിയമത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരവസ്ഥ പുതിയ നിയമത്തിൽ ഈശോയുടെ പീഠാനുഭവവും കുരിശുമരണവും ഈശോയുടെ പീഠാനുഭവവും കുരിശുമരണവും കഴിഞ്ഞിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ രക്ഷാകര ബലിയുടെ എല്ലാ യോഗ്യതകളും അടങ്ങിയിരിക്കുന്നു. ഞാൻ പോകുന്നില്ലെങ്കിൽ അവൻ വരികയില്ല. ഞാൻ പോകുന്നില്ലെങ്കിൽ അവൻ വരികയില്ല. ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്കാണെന്ന് ഈശോ അരുളി ചെയ്തു. മഹത്വത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളെ പുതിയതാക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും മഹത്വീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ്. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. സമൂല രൂപാന്തരീകരണം, സമൂലമായി നമ്മളെ രൂപാന്തരീകരിച്ചുകൊണ്ട് സൗളിനെ പൗലോസാക്കിയ അതേ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും ഒരു പുതിയ
പുതിയ സൃഷ്ടിയാക്കട്ടെ. ലംബാറ ഹലബിയനഹ, ലംബാറ ഹലബിയനബ. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച, യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരിലും വ്യക്തിയായി വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിനെ കത്തിജ്വലിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു സ്നേഹാഗ്നി ജ്വാല നിറയ്ക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തഴക്ക ദോഷങ്ങളും, എല്ലാ കോപവാസനകളും, എല്ലാ വാശി വൈരാഗ്യങ്ങളെയും രൂപാന്തരീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും അവസ്ഥയിലേക്ക് മാറ്റട്ടെ. നമ്മളിലുള്ള എല്ലാ ജഡികാസക്തികളും മാറട്ടെ, എല്ലാ ജഡികാസക്തികളും മാറട്ടെ, എല്ലാ ജഡികാസക്തികളും മാറട്ടെ. കോടാനുകോടി ആത്മാക്കൾ, കോടാനുകോടി ജനങ്ങൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ പരിചയം നൽകണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ അനുതാപത്തിലേക്ക് നയിക്കണമേ. ഞങ്ങളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരീകരണം നൽകണമേ. അബാ പിതാവേ, അബാ പിതാവേ, ഒരു പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അബാ പിതാവേ, പുത്തൻ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളിലുള്ള കോപവാസനകൾ എടുത്തു മാറ്റണമേ. ഞങ്ങളിലുള്ള വാശി വൈരാഗ്യം, ശത്രുത, കലഹം, കോപം, മാത്സര്യം എല്ലാം എടുത്തു മാറ്റണമേ. ദൈവരാജ്യം എന്നാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ജീവിതവുമാണ്. ദൈവരാജ്യം എന്നാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. ദൈവനീതി എന്നത് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും ആർജവത്വമാണ്. ദൈവനീതി എന്നത് മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നതോ ശിക്ഷിക്കുന്നതോ അല്ല, മറിച്ച് ദൈവസ്നേഹത്തിന്റെ ആർജവത്വമാണ് എന്ന രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവനീതിയിൽ സമാധാനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് ദൈവനീതി. പരിശുദ്ധാത്മാവിലുള്ള സമാധാനമാണ് ദൈവനീതി. ആ ദൈവനീതി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ആ ദൈവനീതി എന്താണെന്ന് അറിയാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധാത്മാവ്, ആത്മാവാണ് സകലത്തെയും സൃഷ്ടിച്ചത്. ജ്ഞാനമാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ദൈവം സൃഷ്ടിച്ചതിൽ പ്രവർത്തിച്ച ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ആ ജ്ഞാനം ഞങ്ങളിലേക്ക് ഒഴുക്കണേ. 104-ാം സങ്കീർത്തനത്തിൽ സകല സൃഷ്ടികളെയും സൃഷ്ടിച്ച ജ്ഞാനത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്നത് നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണ്ണങ്ങളാണ്. ജ്ഞാനത്താൽ അങ്ങ് അവയെ സൃഷ്ടിച്ചു. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണ്ണങ്ങളാണ്. ജ്ഞാനത്താൽ അങ്ങവയെ നിർമ്മിച്ചു ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. വീണ്ടും, കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണ്ണങ്ങളാണ്. ജ്ഞാനത്താൽ അങ്ങവയെ നിർമ്മിച്ചു ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങ് ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. നന്ദി ഈശോയെ. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഈ വലിയ പ്രവർത്തനത്തെ നമുക്ക് ആരാധിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കുന്നു. ആത്മാവിലുള്ള ജീവിതമാണ് നമ്മുടെ ജീവിതമെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവജലത്തിന് അരുവിയായി പരിശുദ്ധാത്മാവ് നമ്മളിൽ ജ്വലിക്കട്ടെ. നമ്മളിൽ ആത്മാവ് ജ്വലിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. നമ്മൾ ത്രിത്വൈക ദൈവത്തിന്റെ ആലയമാണ്, പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് പാടാം. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ.
ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ വാഴും ആത്മാവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ. 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 എന്നിൽ വാഴും ആത്മാവേ ഞങ്ങളുടെ രൂപാന്തരപ്പെടുത്തുന്ന ജ്ഞാനമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. സർവജ്ഞനായ ഭരണകർത്താവേ, ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജ്ഞാനമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം. ആ ജ്ഞാനത്താലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഈ ജ്ഞാനം പ്രസരിക്കട്ടെ. ആ ജ്ഞാനം തൻ്റെ ആത്മാവിലൂടെ നമ്മളെ നവീകരിക്കട്ടെ. നമുക്ക് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമുക്ക് മുട്ടുകുത്താം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.